ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ CJ ആൻസൽ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന ഒരു തക്കാളി ചമ്മന്തിയാണ്. ദോശ, ഇഡലി എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചട്നിയാണ് ഈ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തക്കാളി ചമ്മന്തി തയ്യാറാക്കുന്നതിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 തക്കാളി ഒന്ന് അരിഞ്ഞതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 3 സവാള. ഒരുപാട് വലിയ സവാളയല്ല, ചെറുതായതുകൊണ്ടാണ് 3 എടുത്തത്. ഇച്ചിരി മീഡിയം സൈസ് ആണെന്നുണ്ടെങ്കിൽ 1.5 സവാള മതി. പിന്നെ 2 പച്ചമുളകും അതുപോലെ തന്നെ 7-8 അല്ലി വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പില. ഇത്രയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തക്കാളി ചമ്മന്തി തയ്യാറാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് നെടുകെ കീറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരുന്ന ഇതെല്ലാം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി, സവാള, പച്ചമുളകും വെളുത്തുള്ളി എല്ലാം നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയുടെയും തക്കാളിയുടെയും എല്ലാം ഒന്ന് പച്ചപ്പൊക്കെ ഒന്ന് പോയി അതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയും ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി കിടക്കുന്നതെല്ലാം പെട്ടെന്ന് വാടാൻ തുടങ്ങും. മുകളിൽ കിടക്കുന്ന അതുപോലെ തന്നെ നിൽക്കും. അപ്പോൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ഉള്ളിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. തക്കാളിയൊക്കെ ചൂട് തട്ടുമ്പോഴേ ഒന്ന് വാടാൻ തുടങ്ങി ഒന്ന് പെട്ടെന്ന് ഉടയുന്ന രീതിയാവും. ഉള്ളി ഇച്ചിരി വഴണ്ട് വരെ ഇച്ചിരി സമയം എടുക്കുന്നത്. അപ്പം നമ്മുടെ തക്കാളി ഉള്ളി എല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തു. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മസാല പൊടിച്ചതുമാണ് ഇപ്പോൾ ചേർത്തത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം ഒന്ന് വഴറ്റണം, അടി പിടിക്കരുത്, കരിഞ്ഞു പോകരുത്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇതൊന്ന് ചൂടാറിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തക്കാളി ചമ്മന്തി. തക്കാളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ തക്കാളി ചമ്മന്തി വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് താളിച്ചൊഴിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായി അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതും 3 കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കൊച്ചുള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി കടുക് കാച്ചി നമുക്ക് തക്കാളി ചമ്മന്തിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മൾ താളിച്ചതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് നമ്മൾ കാണിച്ചത്. ദോശയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ഒരു ചമ്മന്തിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു ചട്നിയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.